മക്കളെ, അപ്പൊ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ. അപ്പൊ ലൈവിൽ ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു ടോപ്പിക് മാത്രം മിസ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്തു തരുമെന്ന്. അപ്പൊ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ ആണ് മിസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? അപ്പൊ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ ഞാൻ വെറുതെ ഒരു വയർ തരാണ്, ഒരു കണ്ടക്ടിങ് വയർ തരാണ്. അപ്പൊ ആ വയറിന് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അൺനോൺ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്യുന്നത്. സോ ഏതൊരു മെറ്റീരിയലിന്റെയും നമുക്ക് റെസിസ്റ്റൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആരെ യൂസ് ചെയ്യാം? നമുക്ക് നമ്മളുടെ സ്വന്തം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ സെറ്റപ്പ് ആണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് മൊത്തം നമുക്ക് 4 റെസിസ്റ്ററുകളാണ് വേണ്ടത്. അതിൽ ഒന്ന് നമുക്ക് അറിയാത്ത അൺനോൺ റെസിസ്റ്റൻസ്, അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് മക്കളെ? ഇവിടെ നമ്മൾ 4 റെസിസ്റ്റേഴ്സിന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ R1 എന്ന് കൊടുത്തു, R2 എന്ന് കൊടുത്തു, R3 എന്ന് കൊടുത്തു, R4 എന്ന് കൊടുത്തു. ക്ലിയർ? ആൻഡ് ഇവരെ നോക്കൂ, നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ പോലെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കുക, R1 R2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ്, നമുക്ക് അറിയാം. ഓക്കെ. ആൻഡ് ഈ R3 എന്ന് പറയുന്നത് നമ്മൾ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് R3 എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് R4 എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ഈ 3 ആൾക്കാർ ഫിക്സ്ഡ് ആണ്. ഈ R3നെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടോ, ഇവിടെ എയും ഇവിടെ സിയും. അതിൽ നിന്നും നമ്മൾ നേരെ ഒരു വയർ എടുക്കുന്നു, നേരെ പോയിട്ട് നമ്മളൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പരിപാടി. എന്ത് ചെയ്യുന്നു? സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു. സെറ്റ്. ഇതിന് നമ്മൾ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു AC എന്ന് പറയുന്ന ഈ ഒരു ആമിനെ വിളിക്കുന്ന പേരാണ് ബാറ്ററി ആം. കാരണം എന്താ? അതിലേക്ക് നമ്മൾ ബാറ്ററിയാണ് കണക്ട് ചെയ്തത് അല്ലെ. അപ്പൊ ബാറ്ററി കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബാറ്ററി ആം എന്ന് വിളിക്കുന്നു. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് 2 ആൾക്കാരുണ്ടല്ലേ മക്കളെ, ബിയും ഡിയും. ആ ബി ആൻഡ് ഡി എന്ന് പറയുന്ന ആമിൽ കൂടെ നമ്മൾ ആരെയാണ് കണക്ട് ചെയ്യുന്നത്? ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഗാൽവനോമീറ്റർ? എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കറണ്ട് കടന്നു പോവാണെങ്കിൽ അത് എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്ററിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആമിനെ നമ്മൾ ഗാൽവനോമീറ്റർ ആം എന്നാണ് പറയാ, ബി ആൻഡ് ഡി. ഓക്കെ. അപ്പൊ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ അല്ലെങ്കിൽ ആമിൽ നിന്നും നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യാം. ക്ലിയർ? ഇനി നോക്കുക, ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, ഇതിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിടും അല്ലെ. കറണ്ട് സെല്ലാവുമ്പോൾ കറണ്ട് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ കറണ്ട് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ കറണ്ട് വന്നു. അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത്, ഈ ഒരു ജംഗ്ഷൻ എത്തുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. 2 വഴികളാണ് കാണുന്നത്. സോ ഇതിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിച്ചു. കാരണം R1 പോകുന്ന കറണ്ടിനെ ഞാൻ എന്ത് വിളിച്ചു മക്കളെ? I1 എന്ന് വിളിച്ചു. ആൻഡ് R2 പോകുന്നതിനെ ഞാൻ I2 എന്ന് വിളിച്ചു. ക്ലിയർ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ I2 ഇങ്ങനെ പോയി 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 ഈ ഒരു ഇവിടെ എത്തുമ്പോൾ, ഈ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 2 വഴികളുണ്ട്. ഗാൽവനോമീറ്ററിലൂടെയും കറണ്ട് പോവാം. അപ്പൊ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IG എന്ന് മാർക്ക് ചെയ്തു. റെഡി? ആൻഡ് ബാക്കി പോകുന്ന കറണ്ട് R4 പോകുന്ന കറണ്ടിനെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? I4 എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ഈ I1 ഇങ്ങനെ വന്ന് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇതിലൂടെ പോവാൻ 2 വഴികളുണ്ട്. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ആണ്. ആൻഡ് ഇതിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ എന്ത് വിളിച്ചു? I3 എന്ന് വിളിച്ചു. വളരെ സിമ്പിൾ ആണ്. റെസിസ്റ്റേഴ്സ് ഏതാണോ പേരുള്ളത് അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ അതേ പേര് തന്നെ കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? അപ്പൊ ഇതിലൂടെ കറണ്ട് ഒഴുകി, ആൻഡ് ഈ കറണ്ടും വന്ന് ഇതിലൂടെ തിരിച്ച് സെല്ലിലേക്ക് പോയി. ക്ലിയർ? കറണ്ടിന്റെ പാത്ത് നമ്മൾ ക്ലിയർ ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? അപ്പൊ ഈ കറണ്ട് ഒക്കെ ഒഴുകുന്ന സമയത്ത് നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും അല്ലെ. കാരണം എന്താ? ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ഈ ആമിലൂടെ കറണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ?
ഈ റെസിസ്റ്റൻസ് അല്ലെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഈ റെസിസ്റ്റൻസ് ഇല്ലേ R3, അതിനെ നമ്മൾ ഇങ്ങനെ മാറ്റും. ആദ്യം 1 ohm വെക്കും. അപ്പൊ നമ്മൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടോ നോക്കും. ദെൻ രണ്ടാമത്തെ ഓം വെക്കും, 3 വെക്കും, 4 വെക്കും. അങ്ങനെ ഒരു റെസിസ്റ്റർ വെക്കുമ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആവും, ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പൊ ഡിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതിലൂടെ കറണ്ട് ഇല്ല എന്നല്ലേ മക്കളെ അർത്ഥം. അപ്പൊ കറണ്ട് ഇല്ല എന്ന് വെച്ചാൽ IG അല്ലെ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്തായി മാറുന്നു? 0 മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്ന് അറിയോ? ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുക. എന്താണ് മക്കളെ? ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ ഉള്ള കറണ്ട് എന്താവുന്നു? 0 ആവുകയാണ് ചെയ്യുക. അപ്പൊ ഗാൽവനോമീറ്ററിലൂടെ ഉള്ള കറണ്ട് 0 ആവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആമിലൂടെ കറണ്ട് പോകുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ I2 ഇങ്ങനെ കംപ്ലീറ്റ്ലി വന്ന് ഈ ജംഗ്ഷൻ ബിയിൽ എത്തുമ്പോൾ എന്തായിട്ട് പോകും? I4 ആയിട്ട് പോവല്ലേ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ നിന്നും ജംഗ്ഷൻ ബിയിൽ നിന്നും അല്ലെ, നമ്മൾ ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷൻ ബി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ I2 കംപ്ലീറ്റ്ലി എന്തായിട്ടാ പോകുന്നത്? I4 ആയിട്ടാ പോകുന്നത്. സോ I2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? I4 അല്ലേ, ഗാൽവനോമീറ്ററിന്റെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഇനി ജംഗ്ഷൻ ഡി നോക്കൂ. ജംഗ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാ ഈ I1 കംപ്ലീറ്റ്ലി വന്നു, ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഇല്ല. അപ്പൊ I1 കംപ്ലീറ്റ്ലി എന്തിലൂടെ പോകും? I3 ആയിട്ട് പോവുകയാണ് ചെയ്യുക. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? I1 ഈസ് ഈക്വൽ ടു I3 അല്ലേ. അപ്പൊ രണ്ടാൾക്കാരെ നമുക്ക് കിട്ടി. ഇത് ആവശ്യമുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലൂപ്പ് റൂൾ യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ദിൽഷാമിസ് എടുക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ലൂപ്പ്. ഓക്കെ, ദിസ് ഇസ് അവർ ലൂപ്പ്. ഓക്കെ, ലൂപ്പ് എടുത്തു. ലൂപ്പിന് നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ വേണം. സോ ഞാൻ ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്നു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അല്ലെ, ഒരു സർക്യൂട്ടിൽ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിലത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടുമെന്നാണ് നമ്മൾ ആരെ പഠിപ്പിച്ചത്? നമ്മുടെ വീറ്റ്സ്റ്റോൺ അല്ലെ, നമ്മളുടെ ഓൾറെഡി നമ്മൾ കിർച്ചോഫ് ലോ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നു ജംഗ്ഷൻ ABD. ജംഗ്ഷൻ അല്ല, ലൂപ്പ്. ലൂപ്പ് ABD. അപ്പൊ നോക്കൂ, എന്താ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? നോക്കാം. നമ്മളുടെ ഡയറക്ഷൻ നോക്കൂ, ഞാൻ എടുത്ത ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലെ. ആൻഡ് ഇതിലൂടെ കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടേക്കാ? അങ്ങോട്ടേക്കാണ്. അപ്പൊ ഇങ്ങോട്ടേക്കാണ് കറണ്ട് ഒഴുകുന്നത്. ഞാൻ എടുത്ത ഡയറക്ഷനും സെയിം ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മക്കളെ നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? കറണ്ട് I2 ആൻഡ് റെസിസ്റ്റൻസ് R2. അപ്പൊ I2 R2 അല്ലെ വോൾട്ടേജ്. അപ്പൊ മൈനസ് I2 R2. ഇനി ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല, ഇങ്ങനെ പോന്നു. ഇനി നോക്കാതെ ഇവിടെ ഇനി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇനി ഇവിടെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇത് മുകളിലോട്ടേക്കാണ് കറണ്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് മുകളിലോട്ടേക്കാണ് കറണ്ട് പോകുന്നത്. നമ്മളുടെ ലൂപ്പിൽ അതായത് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് എങ്ങോട്ടാ പോകുന്നത്? താഴോട്ടേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, സർക്യൂട്ടിലൂടെ പോകുന്നത് താഴോട്ടേക്കാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് എഴുതണം. ഇത് നോക്കൂ, ഇത് R1 ആണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണെങ്കിൽ I1 R1 വരും, പ്ലസ് ആണ് വരിക. I1 R1 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് കിട്ടി? I1 R1 ഈസ് ഈക്വൽ ടു I2 R2 അല്ലെ. ഇതിനെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? I1/I2, ഈ I2 ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ R1 ഇങ്ങോട്ട് എടുത്ത് എന്താ വരിക? R2/R1 എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. റെഡി? ഒന്നാമത്തെ ലൂപ്പ്. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ലൂപ്പ് എടുക്കുക. ഇപ്പുറത്ത് ഇതേപോലെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തു. ഞാൻ ക്ലോക്ക് വൈസ് തന്നെയാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ട് ഡയറക്ഷൻ കൊടുത്തു. ഇനി ഇതേപോലെ അടുത്ത ലൂപ്പിൽ നിന്നും നമ്മൾ എഴുതാം. ഓക്കെ, അപ്പൊ അടുത്ത ലൂപ്പ് മിസ് ഇതാ ഇവിടെ എടുക്കാം. ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ലൂപ്പ്. ഏതായിരുന്നു നമ്മുടെ ലൂപ്പ്? ലൂപ്പ് BCDB. ഇനി നോക്കാം. ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് എഴുതണം. നോക്കാം, ഇതിന്റെ ലൂപ്പ് ഇങ്ങോട്ടേക്ക്,
കറണ്ട് ഇതിന്റെ ഇങ്ങോട്ടേക്ക്. സെയിം ഡയറക്ഷൻ അല്ലേ, ഇങ്ങോട്ടേക്കാണ് ലൂപ്പിന്റെ ഡയറക്ഷൻ നമ്മൾ എടുത്തത്. കറണ്ട് പോകുന്നത് കണ്ടോ, I4 പോകുന്നതും സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. സോ നെഗറ്റീവ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എഴുതി -I4 R4. നേരതായി ഇവിടെ എത്തി. ഈ ലൂപ്പ് ഇങ്ങനെ പോയി ഇങ്ങനെ എത്തി അല്ലെ. ഇത് താഴോട്ടേക്കാണ്, കറണ്ട് പോകുന്ന മുകളിലോട്ടേക്കാണ്. കണ്ടോ, I3 പോകുന്ന മുകളിലോട്ടേക്ക്, നമ്മുടെ ലൂപ്പിന്റെ ഡയറക്ഷൻ താഴോട്ടേക്ക്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം. സോ പ്ലസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ, I3 × R3 = 0. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടി, I3 R3 = ഇത് അങ്ങോട്ട് പോകുമ്പോ I4 R4 എന്ന് വരും. ഇനി I4 ഇങ്ങോട്ട് എടുക്കുക, R3 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താ വരിക, I3/I4 = R4/R3. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം, ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നോക്കാം, ഇനി നമ്മൾ ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കുക മക്കളെ. നോക്കുക, I2 = I4 അല്ലെ. I2 = I4 ആണ്. അപ്പൊ I4 എനിക്ക് എന്ത് കൊടുക്കാം, I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I1 = I3. അപ്പൊ I3ക്ക് I1 കൊടുക്കാം. അപ്പൊ I3 ആരാണ്, I1. I4 ആരാ, I2 = R4/R3. കണ്ടോ, ഇനി ഇത് രണ്ടും ഒന്ന് നോക്കിക്കേ. I1/I2 = R2/R1. I1/I2 = R4/R3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, R2/R1 = R4/R3. അപ്പൊ ഈ 4 റെസിസ്റ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടിയില്ലേ. ഇതാണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ R1ഉം R2ഉം R3 നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R4 അല്ലേ അൺനോൺ. അപ്പൊ R1ഉം R2ഉം R3 അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം, ആ അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് മക്കളെ. എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ 2 പ്രാവശ്യം ഇത് നോക്കിയിട്ട് എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കാണാതെ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക, സർക്യൂട്ട് വരയ്ക്കുക, എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതി നോക്കുക. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുമ്പോൾ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ എന്ത് ചെയ്യാം മക്കളെ, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി ഏതാണ് നിങ്ങൾക്ക് ടോപ്പിക് വേണ്ടത് ഇതുപോലെ എന്നുള്ളത് നിങ്ങൾ താഴെ പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അത് മിസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വേഗം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓണം എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എല്ലാവരും എഴുതണം. സോ ഓൾ ദി ബെസ്റ്റ്.